ഇന്നത്തെ വോട്ടെടുപ്പിന്റെ മറ്റു വിവരങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. കോഴിക്കോട് നിന്ന് ദീപക് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, ഈ ഒന്നാം ഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ വടക്കൻ ജില്ലകളിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. എങ്ങനെയാണ് മുന്നണികളുടെ പ്രതീക്ഷകൾ ദീപക്? ഡോക്ടർ ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന് ഒന്നാം ഘട്ടത്തേക്കാൾ, അതായത് തെക്കൻ കേരളത്തിലുള്ളതിനേക്കാൾ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ചൂടും ചൂരും കൂടുതലായിരുന്നു വടക്കേ മലബാറിൽ. അത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ തന്നെ ഒരേപോലെ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അതിൽ ശതമാന കണക്ക് നോക്കുമ്പോൾ ഇപ്പോഴുള്ള കണക്കുകൾ മാറുമെന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അധികൃതർ എല്ലാം പറയുന്നത്. അതിലിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ലഭ്യമായ ശതമാന കണക്കിൽ 76.97 അതായത് 77%. അത് കണ്ണൂർ ജില്ലയിൽ 69.81, അത് 70% മുകളിലേക്ക് പോകുമെന്നാണ് കണക്ക്. അതുപോലെ മലപ്പുറം ജില്ലയിൽ 77.38%, അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ 74.33%. ഈ കണക്കുകൾ രാത്രി വൈകി മാറി മറിയുമെന്ന് തന്നെയാണ് ഉറപ്പാവുന്നത്. പക്ഷേ എന്നാൽ ഈ കണക്കുകൾ തന്നെ നൽകുന്ന ഇൻഡിക്കേഷൻ അതൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഇൻഡിക്കേഷനാണ്. ആ ഇൻഡിക്കേഷൻ കൃത്യമായി സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വേണ്ടി വോട്ടർമാർ തയ്യാറായി. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെടൽ, ഇതെല്ലാം ഫലം കണ്ടു എന്നത് തന്നെയാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമല വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. പാലസ്തീൻ മുതൽ പാലത്തായി വരെയുള്ള വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു, വാർത്തകൾ ചർച്ച ചെയ്യപ്പെട്ടു. ഇത്തരമൊരു തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികസനങ്ങൾ, പ്രാദേശിക സമവാക്യങ്ങൾ എല്ലാം ചർച്ചയായി. സംസ്ഥാനത്ത് UDFൻ്റെ ജമായത്ത് ബാന്ധവം ഒരുപോലെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടു. അത് BJPയും CPMഉം ചർച്ച ചെയ്യപ്പെട്ടു. ശബരിമലയാണെങ്കിൽ UDFഉം BJPയും വലിയ ചർച്ചയാക്കി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആകെത്തുക നോക്കുമ്പോൾ കുറേ വിവാദങ്ങൾ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഇന്നത്തെ പോളിംഗ് ദിനത്തിലെ ഏറ്റവും വലിയ ചർച്ച. അത് KPCC പ്രസിഡന്റ് തുടങ്ങി വെച്ചു. പക്ഷേ ആ വിഷയത്തിൽ ചാമ്പ്യനായി മാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പിന്നീട് എല്ലാവരും ആ വിഷയത്തിൽ കേന്ദ്രീകരിച്ചു. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വന്നതോടെ ആ വിഷയവും വിവാദവും ഉച്ചസ്ഥായിലേക്ക് മാറുകയും ചെയ്തു. ഏതായാലും മുന്നണികൾ എല്ലാവരും ശുഭപ്രതീക്ഷയിലാണ്. തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതിൽ CPIM ഇടതുമുന്നണിയാണെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ അവർക്ക് വലിയ മേൽക്കൈ കിട്ടാറുണ്ട്. ആ മേൽക്കൈ ഇക്കുറിയും ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. UDF ആണെങ്കിൽ തുടക്കം മുതൽ നല്ല താളത്തിൽ പോയി. രാഹുൽ ഒന്ന് ഉലച്ചെങ്കിലും പിന്നീട് പിടിച്ചെടുക്കാൻ പറ്റി, രാഹുലിനെ പുറത്താക്കി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. BJP ആണെങ്കിൽ മാറാത്തതും മാറുമെന്ന ക്യാമ്പയിന് ഫലം കണ്ടു. വികസിത കേരളം എന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഫലം കണ്ടു എന്ന ആത്മവിശ്വാസത്തിലാണ്. ഏതായാലും മുന്നണികളെല്ലാം തന്നെ ശുഭപ്രതീക്ഷയിലാണ്. ഉന്മേഷ്, ശരി. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് പൊതുചിത്രം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.